നമുക്കൊരു കൂർക്ക കറീൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ കൂർക്ക ആദ്യം കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചതാണ്. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടുക. അതിനുശേഷം സവോളയും പിന്നെ തക്കാളിയും പച്ചമുളകും കൂടിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് 2 വിസിൽ വെക്കണം. അപ്പോൾ ചിലവർ കുക്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചാൽ മതി. എൻ്റെ കുക്കറിൽ 2 വിസിൽ വേണം. വേവ് അനുസരിച്ച് നിങ്ങൾ അത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങളിപ്പം വെക്കുന്നത് വറുത്തരച്ച കൂർക്കക്കറിയാണ്. അപ്പോൾ ഈ ചെറിയ കൂർക്ക ആയതിനാൽ ഞാൻ ചെറിയ ഒരു കൂർക്കയെ 2 കഷ്ണങ്ങളെ ആക്കിയിട്ടുള്ളൂ. ഈ ചെറുതാവുമ്പോഴാണ് പിന്നെ കഴിക്കാൻ രസം ഉണ്ടാവുക. അപ്പോൾ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പിന്നെ വറക്കണം. തേങ്ങ വറക്കാൻ വേണ്ടി അതിൽ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നമുക്ക് വറുത്തരയ്ക്കാം. കുറച്ചൊരു ഗോൾഡൻ കളറ് വറുത്ത് അങ്ങനെ ഒരു കളറാകുന്നവരെ നമുക്ക് വറക്കണം. ആ വറുത്തായി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം വറുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ചൂട് അധികം തണുക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് ചെറിയ ചൂടോടുകൂടി അരച്ചാൽ നമുക്ക് വെള്ളമില്ലാണ്ട് അരക്കാൻ കഴിയും. അങ്ങനെ അരച്ചത് നമ്മൾ ഇപ്പം നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഞാൻ അരച്ച് വെച്ചതും മിക്സി ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. തിളപ്പിച്ച് വന്നതിന് ശേഷം കടുകും കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ തേങ്ങാക്കൊത്തും കൂടി വറുത്തിടുന്ന സമയത്ത് നല്ലൊരു ചിലത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ചെറിയ ഉള്ളിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് വറുത്തിട്ടത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കാറ്. ഇപ്പോൾ സ്വാദിഷ്ടമായ കൂർക്കക്കറി റെഡി. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ് കൂട്ടുകാരെ. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.